നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വ്യൂ പോയിന്റ് മീഡിയയുടെ ക്രിസ്മസ് ആശംസകൾ. നോക്കൂ, ഈ ക്രിസ്മസിനോട് അടുപ്പിച്ചാണ് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ ആക്രമണം നടക്കുന്നു എന്ന് മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. 3-4 മാസം മാത്രമാണ് നിയമസഭാ ഇലക്ഷന് കേരളത്തിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് ക്രൈസ്തവർ ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്, ചേരുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇല്ലാതെയാക്കുക എന്നുള്ള കേരളത്തിലെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാധ്യമ സിൻഡിക്കേറ്റ് കൃത്യമായിട്ടുള്ള അതിനുള്ള പണിയെടുത്തു തുടങ്ങി. ഇനി തുമ്മിയാലും തൂറിയാലും ഒക്കെ ക്രിസ്ത്യൻസിനെ സംഘപരിവാർ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇന്ന് ക്രിസ്മസ്. ഇന്നലെ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തൊരു ബന്ദ് നടന്നു. എന്തിനാണ് ആ ബന്ദ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഛത്തീസ്ഗഡ് സർവസമാജ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ബന്ദ് നടത്തിയത്. മതപരിവർത്തനം പാടില്ല, ഛത്തീസ്ഗഡിലെ മതപരിവർത്തനം നിരോധിക്കണം, മതപരിവർത്തനം നടക്കുന്നു, അത് പാടില്ല എന്ന് പറഞ്ഞാണ് ഛത്തീസ്ഗഡിലെ ചേംബർ ഓഫ് കൊമേഴ്സും ജ്വല്ലറി അസോസിയേഷനും ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു ബന്ധായിരുന്നു. സംഘപരിവാറിൻ്റെ തലയിലേക്ക് അത് ഇടേണ്ട. അവിടുത്തെ ഒരു കൂട്ടായ്മയാണ് സർവസമാജ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. വലിയ തോതിൽ ഛത്തീസ്ഗഡിൽ ഈ മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ പാസ്റ്റർമാർ പ്രവർത്തിക്കുന്നു, സുവിശേഷ പ്രചാരകർ പ്രവർത്തിക്കുന്നു. അതോടനുബന്ധിച്ച് ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു മരിച്ചുപോയ ഒരു ക്രിസ്ത്യൻ യുവാവിൻ്റെ മൃതദേഹവുമായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ മൃതദേഹം ഗ്രാമത്തിൽ മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കത്തിൽ അവിടുത്തെ ഗവൺമെൻറ് ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു. അതായത് നോക്കണം, BJP ഗവൺമെൻറ് ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ ബന്ദിനൊരു ആധാരമായിട്ടുള്ള ഒരു കാരണം. അത് നോക്കൂ, ഈ മതപരിവർത്തനം എന്നത് എക്കാലത്തും ഇന്ത്യയെ മുറിവേൽപ്പിക്കുന്ന, ഇന്ത്യയുടെ സംസ്കാരത്തിനെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു ആയുധം തന്നെയാണ്. അതിനെ കുത്തി മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം തന്നെയാണ്. അത് വാളെടുത്തുള്ള മതപരിവർത്തനങ്ങളായാലും ഈ കിതാബോട് ഈ ബൈബിള് കൊണ്ടുള്ള സുവിശേഷ വേല പ്രചാരണമായാലും ഇന്ത്യയെ അത് വല്ലാതെ നോവിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മതപരിവർത്തനം അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം ബന്ദ് നടത്തുന്ന ഒരു സംസ്ഥാനത്ത്, അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് രാജ്യം ചർച്ച ചെയ്ത 2 കൊലപാതകങ്ങളെ കുറിച്ച് പരാമർശിക്കാതെ വയ്യ. ഒന്ന് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെതാണ്. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും ഇനി ഭാവിയിൽ ചർച്ച ചെയ്യാനിരിക്കുന്നതും ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഓരോ ഡിബേറ്റിലും ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം ഇടത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഡിബേറ്റർമാർ പറയാറുണ്ട്. പക്ഷെ അവർ ബോധപൂർവം വിസ്മരിക്കുന്ന മറ്റൊരു കൊലപാതകമാണ് ലക്ഷ്മണാനന്ദ സരസ്വതിയുടേത്. നമുക്കറിയാം, ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെടുന്നത് 2003-ലാണ്. 2003 അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ നോക്കൂ, അതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ 7 തവണ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് 7 മുമ്പ് 2008 ഓഗസ്റ്റ് 23-നാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന് ആ കൊലപാതകത്തിന് മുമ്പ്, അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് 7 തവണ, അതിലൊരു തവണ അദ്ദേഹം ഒരു ബ്രാഹ്മണികാവ് എന്ന ഗ്രാമത്തിലേക്ക് നമുക്കറിയാം, ഈ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ മാവോയിസ്റ്റുകളെ വളർത്തുന്നത്, വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത് ഇവിടുത്തെ മതപരിവർത്തന ലോബിയാണെന്ന് പറയാതെ വയ്യ. ഈ ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നതിൽ 7 പേർ ക്രൈസ്തവരും മാവോയിസ്റ്റുകളുമായ ആളുകളായിരുന്നു. അവർ 7 പേരെ ശിക്ഷിച്ചു. 7 പേർ ക്രൈസ്തവരായിരുന്നു. അദ്ദേഹം ഈ മതപരിവർത്തനത്തിനെ തിരിച്ച് ഗർവാപ്പസി എന്നുള്ള ഒരു സങ്കല്പം തന്നെ ലക്ഷ്മണാനന്ദ സരസ്വതിയാണ് ഭാരതത്തിൽ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഒരുപാട് ആളുകളെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊല്ലുവാൻ 7 തവണ ശ്രമമുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് പോലും അദ്ദേഹത്തിനെതിരെ ഒരു ഭീഷണി സന്ദേശം വന്നിരുന്നു. അത് പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും പോലീസ് അത് കാര്യമായി എടുത്തില്ല. അദ്ദേഹം കൊല്ലപ്പെടട്ടെ എന്ന ചിന്താഗതി ഉണ്ടായിരിക്കണം. ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണികാവ് എന്ന ഗ്രാമത്തിൽ ഒരു സംഭവം ഞാൻ പറയാം. ബ്രാഹ്മണികാവ് എന്ന ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം യാത്ര പോവുകയുണ്ടായി. അവിടുത്തെ സാധാരണക്കാരെ കാണുവാൻ വേണ്ടി. അവർക്കിടയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അവിടെ വെച്ച് വലിയൊരു മോബ് അദ്ദേഹത്തെ തടയുകയുണ്ടായി. അത് തടഞ്ഞത് സുഗ്രീവ സിംഗ് എന്നുള്ള പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നേതാവാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ പാർലമെന്റ് MP കൂടി ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം. സുഗ്രീവ് സിംഗ് അദ്ദേഹം അടക്കം തടയുകയുണ്ടായി. അദ്ദേഹത്തിന് ലക്ഷ്മണാനന്ദ സരസ്വതിയെ ആക്രമിച്ചത് അദ്ദേഹം ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. വേൾഡ് വിഷൻ എന്ന ക്രിസ്ത്യൻ സംഘടനയുടെ നേതാവായിട്ടുള്ള
രാധാകാന്ത് നായക് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം രാജ്യസഭ എം പിയും കൂടിയാണ്, കോൺഗ്രസിന്റെ രാജ്യസഭ എം പിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹം ക്രൂരമായി ഈ രാജ്യസഭ എം പി, ലോക്സഭ എം പി, ഇദ്ദേഹത്തെ ഈ സന്യാസി വര്യനെ ആക്രമിക്കുവാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരവസ്ഥ. നോക്കൂ, എന്തിനാണ് ഈ മതപരിവർത്തനം ഇത്രത്തോളം ഈ ഇങ്ങനെ വ്യാപകമാകുന്നത്? എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം? യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്ന് പാടിയത് കുഞ്ഞുണ്ണി മാഷാണ്. ഈ മതപരിവർത്തന ശ്രമത്തിനു മുന്നിൽ ബൈബിളിനെ അനുസരിക്കുക, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ പോലെ ബൈബിളിന്റെ ആഹ്വാന പ്രകാരമൊന്നുമല്ല, ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നുള്ളത് തന്നെയാണ്. ഇതൊരു തൊഴിലായി സ്വീകരിച്ചിരിക്കുകയാണ് പലരും. അല്ലാതെ വലിയ യഹോവ സാക്ഷികൾ ഇല്ലെങ്കിൽ യഹോവയോടുള്ള വലിയ ഭക്തിയിലൊന്നുമല്ല ഈ പ്രചരണം. ഇപ്പോൾ ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഇത് നിങ്ങൾ എൻ്റെ മതത്തിൽ വരൂ എന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കൂ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? നോക്കൂ, ഇവിടെ പല ആളുകളും, എൻ്റെ അറിവിൽപ്പെട്ട ഒരാൾ തന്നെ പക്ക ക്രിമിനൽ മൈൻഡ് ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് ഒരു പാസ്റ്ററായി രൂപാന്തരപ്പെട്ട് അദ്ദേഹം നടക്കുന്നത് കണ്ടു. അതിനുശേഷം അദ്ദേഹം ഒരു കുറ്റകൃത്യത്തിൽ അകത്താകപ്പെടുന്നത് നമ്മൾ കണ്ടു. പല ആളുകളും അവരുടെ പൂർവ്വകാലം മറച്ചുവെക്കാനും ജീവിതം സുഗമമായി ബഹുമാന്യമായിട്ടുള്ളൊരു സ്ഥാനം കിട്ടി സുഗമമായി പോകുവാൻ ഈ പാസ്റ്റർമാരുടെ വേഷം അണിയുന്നതും അത് ധനസമ്പാദനത്തിലുള്ള മാർഗമാക്കി മാറ്റുന്നതും ജീവിതത്തിലെ സമ്പന്നതയിലേക്ക് പോകാനുള്ള ഒരു മാർഗമായി ഇതിനെ സ്വീകരിക്കുന്നതും ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തൊഴിലായി സ്വീകരിച്ചിരിക്കുകയാണ് ഈ മതപരിവർത്തനം. അതുകൊണ്ട് തന്നെയാണ് ഇത് എതിർക്കപ്പെടേണ്ടത്. ഇന്ത്യയിൽ ആർക്കും മതം മാറുന്നതിന് ആർക്കും എതിരല്ല. സ്വമേധയാ ഒരാൾക്ക് ഏത് മതവിശ്വാസം സ്വീകരിക്കാനും ഈ നിയമം വഴി ഈ രാജ്യത്തിന്റെ ഭരണഘടന വഴി അവകാശമുണ്ട്. പക്ഷെ മറ്റൊരാളെ നിർബന്ധിച്ചുകൊണ്ട് നിന്റെ മതം തെറ്റാണ് അതുകൊണ്ട് നീ എൻ്റെ മതത്തിൽ വരൂ എന്ന് പറയുന്നത് അത് തെറ്റാണ്, അത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പ്രസക്തി അത് തന്നെയാണ് അതിൻ്റെ പ്രസക്തി. മാത്രമല്ല, ഈ ഇന്ത്യയിൽ ആദ്യമായി ഏറ്റവും അധികം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അതേ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് നമുക്കറിയാം സുഗ്രീവ് സിംഗ് അടക്കമുള്ള ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതകത്തിന് പിന്നിലുള്ള ആളുകളും കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസിന്റെ ഈ ഡബിൾ ഗെയിമാണ് ഈ ഇന്ത്യയിൽ ഇത്രയും ഒരു സംഘർഷത്തിന് കാരണമായിട്ടുള്ളത് എക്കാലത്തും. നോക്കൂ, ദൈവം സ്നേഹമാണ്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നെല്ലാം പറഞ്ഞ യേശുദേവന്റെ അനുയായികൾ ഇത്തരം മതപരിവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ ഭാരതത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറെ സഹായകരമാകും. അതിനുള്ള സന്മനസ് ദൈവം അവർക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.